മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ BA പാഠപുസ്തകത്തിലെ അവസാനത്തെ മോഡ്യൂൾ, അതായത് 4th മോഡ്യൂളിലെ ഒരു ലേഖന ഭാഗത്തേക്ക് കടക്കാം. 4th മോഡ്യൂൾ ആശയവിനിമയം, രചന എന്നിവയെ കുറിച്ചുള്ളതാണ്. ഇതിൽ ഉപന്യാസ രചന എന്നത് ജസിൻ സിറിയക്ക് എഴുതിയിരിക്കുന്ന ഒരു ചെറിയ ലേഖനമാണ്. അപ്പൊ ഉപന്യാസം എന്നുള്ളത് ചരിത്രം, സാഹിത്യം, സാംസ്കാരികം, രാഷ്ട്രീയം, പരിതസ്ഥിതി തുടങ്ങിയ ഏതെങ്കിലും ഒരു വിഷയത്തെ ആധാരമാക്കി വ്യക്തവും ആധികാരികവുമായി ചെയ്യുന്ന ഗദ്യരചനയാണ് ഉപന്യാസം. അപ്പൊ വിഷയ സന്ദർഭം അനുസരിച്ച് ഉപന്യാസത്തിന്റെ നീളം കൂടുകയോ കുറയുകയോ ചെയ്യാം. പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നാണ് ഉപന്യാസം നമ്മളിലേക്ക് കടന്നു വന്നത്. ഫ്രഞ്ചുകാരനായ മിഷേൽ ഡെ മുണ്ടേനാണ് എഴുതാനുള്ള ശ്രമങ്ങൾ എന്ന രീതിയിൽ തന്റെ രചനകൾ ആദ്യമായി ഇങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഫ്രഞ്ച് ഭാഷയിൽ ഉടലെടുത്ത ഉപന്യാസം പിന്നീട് യൂറോപ്യൻ സാഹിത്യത്തിൽ സജീവമാകുകയും അങ്ങനെ ലോക സാഹിത്യത്തിൽ പ്രചുര പ്രചാരം നേടുകയും ചെയ്തു. അപ്പൊ ഉപന്യാസത്തിന് വേണ്ട ഗുണങ്ങൾ: ഏകാഗ്രത, പൂർവാപര ബന്ധം, സംക്ഷിപ്തത, ശൈലി, വ്യക്തിത്വം. അപ്പൊ താൻ ഏത് വിഷയത്തിനെയാണ് അവതരിപ്പിക്കുന്നതെന്ന് വ്യക്തമായ ധാരണ ഉപന്യാസകാരന് വേണം. ഏത് വിഷയത്തെ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് അയാൾക്ക് ചിന്ത വേണം. കൈകാര്യം ചെയ്യുന്ന വിഷയം എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നൊരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ ആമുഖം വേണം, കേന്ദ്രാശയം വേണം, അതിന്റെ ഉപസംഹാരം വേണം. അതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഗുണമായ സംക്ഷിപ്തതയിൽ, അതായത് ചുരുക്കെഴുത്തിൽ ഏത് കാര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതിന്റെ ഗൗരവം അനുസരിച്ച് നമ്മൾ തീരുമാനിക്കണം. വിഷയം അനന്തമായി നീണ്ടുപോയാൽ വായനക്കാരന് വെറുപ്പുണ്ടാവും. മാനക ഭാഷയിൽ അർത്ഥക്ലിഷ്ടതയില്ലാത്ത പദങ്ങൾ സ്വീകരിക്കുക എന്നാണ് അതിനിവിടെ പ്രാധാന്യം. രചയിതാവിന്റെ വ്യക്തിപരമായ നിലപാടുകൾ വ്യക്തമായി അവതരിപ്പിക്കുക, അതാണ് അവസാന ഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പൊ ആമുഖം, പ്രതിപാദ്യം, ഉപസംഹാരം, ഇതാണ് ഇതിന്റെ രീതി. അപ്പൊ ആമുഖ ഭാഗത്ത് താൻ എന്തിനെ കുറിച്ചാണ് എഴുതുന്നത് എന്നുള്ള ഒരു കണ്ടന്റ് എഴുത്തുകാരന് നൽകണം. പിന്നെ ആമുഖത്തിന്റെ അവതരണ രീതി ആകർഷകമായിരുന്നാൽ അത് തുടർന്ന് വായിക്കാൻ വായനക്കാരന് താല്പര്യം ഉണ്ടാവും. ഇനി ആശയങ്ങൾ വിവിധ സബ് ഹെഡിങ് ഉപശീർഷകങ്ങളാക്കി മാറ്റി അവതരിപ്പിക്കാൻ പറ്റും. ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് മാറുന്ന രീതിയിലായിരിക്കണം, ക്രമത്തിലായിരിക്കണം എഴുത്തിന്റെ പോക്ക്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും സൂചിപ്പിക്കണം. അപ്പൊ ഉപന്യാസ രചനയിൽ ശ്രദ്ധിക്കേണ്ട വിഷയം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. വിഷയത്തെക്കുറിച്ചുള്ള ആധികാരികമായ ആശയങ്ങൾ ഉൾപ്പെടുത്തി അതിനെ ക്രോഡീകരിച്ച് താൻ എന്തൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതെന്ന് ഉപന്യാസകാരന് തന്നെ വ്യക്തമായ ഒരു ആശയം ഉണ്ടായിരിക്കണം. അപ്പൊ സാഹിത്യം, പരിസ്ഥിതി, രാഷ്ട്രീയ, മനുഷ്യാവകാശങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചുമുള്ള അത് ഉപന്യാസത്തിന് കാരണമാവാം. അപ്പൊ വാക്യരചനയിൽ പാലിക്കേണ്ട തത്വങ്ങളെല്ലാം ഉപന്യാസ രചനയിലും പാലിക്കേണ്ടതാണ്. പിന്നെ ഭാഷാശുദ്ധി വേണം. തിരഞ്ഞെടുക്കുന്ന വിഷയത്തിന്റെ പുതുമ, ഔചിത്യം എന്നിവയൊക്കെ ഉപന്യാസത്തെ മികച്ചതാക്കി മാറ്റുന്നു. കുറിപ്പ് തയ്യാറാക്കൽ എന്നൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതായത് ആസ്വാദനക്കുറിപ്പ്. നമുക്കറിയാലോ, നമ്മളൊരു സിനിമ കണ്ട് ആസ്വാദനക്കുറിപ്പ് എഴുതുന്നു, ഒരു പുസ്തകം വായിച്ചാൽ അതിന്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നു. അപ്പൊ നമ്മൾ വായിച്ചപ്പോൾ നമ്മളെ ഏറ്റവും ആകർഷിച്ച, നമ്മളെ ചിന്തിപ്പിച്ച ഒരു കൃതിയെ കുറിച്ചുള്ള ആസ്വാദനമാണ് എഴുതുന്നത്. ആസ്വാദനം എന്നതിന് അനുഭവിക്കുക എന്നാണ് അർത്ഥം ശബ്ദധാരാവലിയിൽ നൽകിയിരിക്കുന്നത്. അപ്പൊ നാം വായിച്ചറിഞ്ഞ ഒരു സൃഷ്ടിയെ മറ്റൊരാൾക്ക് ആസ്വദിക്കാനായി നൽകുന്നു എന്നതിന് അർത്ഥം. അപ്പൊ അത് വായിച്ചാൽ, നമ്മുടെ ആസ്വാദനം വായിച്ചാൽ, നമ്മൾ വായിച്ച പുസ്തകം വായിക്കാനുള്ള ഒരു തോന്നൽ നമ്മുടെ ആസ്വാദനം വായിക്കുന്ന വ്യക്തിക്ക് തോന്നണം. ആസ്വാദന രചനയ്ക്ക് കൃത്യമായ ചട്ടക്കൂടൊന്നും തന്നെ ഇല്ല. നമ്മൾ വായിച്ച കൃതി എത്രത്തോളം നമ്മളിൽ സ്വാധീനം ചെലുത്തിയോ അതിനനുസരിച്ച് ആസ്വാദനം മെച്ചപ്പെടുന്നു. അപ്പൊ ആസ്വാദനത്തെ സാഹിത്യ വിമർശനമോ നിരൂപണമോ ആയി വിലയിരുത്താൻ സാധിക്കില്ല. എന്നിരുന്നാലും ഈ പ്രസ്ഥാനങ്ങളിലേക്ക് വഴിതെളിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് ഇതിനെ കണക്കാക്കാം. കൃത്യമായ ഘടന നിർവചിക്കാനാവില്ലെങ്കിലും ആകർഷകമായ തലക്കെട്ടും ആമുഖവും ആശയാവതരണത്തിലുള്ള വൈദഗ്ധ്യവും സമകാലിക വിഷയങ്ങളുമായുള്ള ചേർച്ചയെ ആസ്വാദനത്തെ മികച്ചതാക്കുന്നു. അതിനാദ്യം ആമുഖം വേണം, മധ്യഭാഗം വേണം, പിന്നെ ഉപസംഹാരം വേണം. അപ്പൊ ഏത് കൃതിയെക്കുറിച്ചാണ് നമ്മൾ ആസ്വാദനം തയ്യാറാക്കുന്നത്, അതിനെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ ആസ്വാദനത്തിന്റെ ആമുഖത്തിൽ കൊടുക്കണം. അതുപോലെ എഴുത്തുകാരന് കിട്ടിയ അംഗീകാരം, കൃതിക്ക് കിട്ടിയ അംഗീകാരം, ഇതൊക്കെ ആമുഖത്തിൽ കൊടുത്താൽ മാത്രമേ ആ ആസ്വാദന കുറിപ്പിലേക്ക് കടക്കാൻ മറ്റൊരാൾക്ക് തോന്നും. ആമുഖം നീട്ടിപ്പരത്തി പറയാതെ ചുരുങ്ങിയ വാക്കുകൾ അവതരിപ്പിക്കുന്നതാണ് ഉചിതം. മധ്യഭാഗത്ത് പല ഖണ്ഡികകളിലായിട്ട് താൻ വായിച്ചപ്പോഴുണ്ടായ അനുഭവം വായനക്കാരന് എഴുതാം. അപ്പൊ ഇവിടെ സമകാലിക സംഭവങ്ങൾ ഏതെങ്കിലും ഈ കൃതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നെങ്കിൽ അതും ഈ ഭാഗത്ത് സൂചിപ്പിക്കാം. അപ്പൊ മധ്യഭാഗത്തെ നമ്മൾ അവതരിപ്പിക്കുന്ന ആശയങ്ങളെ ഒന്ന് ആറ്റിക്കുറുക്കിയെടുത്തതാണ് ഉപസംഹാരം. അത് ആമുഖം പോലെ നീട്ടിപ്പരത്തി പറയാതെ ചുരുങ്ങിയ വാക്കുകളിൽ ഉപസംഹാരം ഒതുക്കേണ്ടതാണ്. അപ്പൊ ആസ്വാദനത്തിന് ഒരിക്കലും വിമർശനത്തിന്റെയോ നിരൂപണത്തിന്റെയോ സ്വഭാവമില്ല. ആസ്വാദനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അനുഭവിച്ചത് അത് അവിടെ പറയുക മാത്രമാണ്. ഇവിടെ പാത്തുമ്മയുടെ ആടുജീവിതം തുടങ്ങിയ നോവലുകൾ ആസ്വാദനത്തിനായി നിങ്ങൾക്ക്
ഒരു അറിവിനായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി വാർത്താക്കുറിപ്പ് ന്യൂസ് ലെറ്റർ എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ മതവിഭാഗത്തിന്റെയോ സംഘടനകളുടെ പ്രത്യേകമായ അവസരങ്ങൾ, ആ അവസരത്തിന്റെ പ്രാധാന്യം, ഇതൊക്കെ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ന്യൂസ് ലെറ്റർ തയ്യാറാക്കുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ജൂബിലി വർഷം ആചരിക്കുന്ന ഒരു കോളേജിന്റെ പ്രസ്ഥാനത്തിന്റെ ചരിത്രവും അവിടെ പഠിച്ച പ്രഗത്ഭരായ ആളുകളുടെ ആശംസകളും ചേർത്ത് കോളേജിന്റെ സാംസ്കാരിക പ്രാധാന്യം സമൂഹത്തെ അറിയിക്കുന്ന വാർത്താക്കുറിപ്പുണ്ട്. അപ്പൊ ആ വാർത്താക്കുറിപ്പ് കേരളത്തിന്റെ PTA ഭാരവാഹികൾ, മാനേജ്മെന്റ് ഇവരുടെ ആശംസകളോടൊപ്പം വാർത്താക്കുറിപ്പ് പുറത്തിറക്കാവുന്നതാണ്. അപ്പൊ അതിന് ആകർഷകമായ തലക്കെട്ട് വേണം, ആശംസകളുടെ ക്രോഡീകരണം വേണം, കോളേജിന്റെ സംഭാവനകളെ കുറിച്ചുള്ള വിവരണവും വേണം. അപ്പൊ ഏത് പ്രസ്ഥാനത്തെ കുറിച്ചാണോ, ഏത് സംഘടനയെ കുറിച്ചാണോ ഈ വാർത്താക്കുറിപ്പ് തയ്യാറാക്കുന്ന അതിലെ ഉള്ളടക്കത്തിന്റെ അവതരണത്തിനനുസരിച്ച് വാർത്താക്കുറിപ്പ് കൂടുതൽ ആകർഷണീയമായി മാറും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു വാർത്താക്കുറിപ്പ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കഴിഞ്ഞ വർഷത്തെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് ഒരു വാർത്താക്കുറിപ്പ് തയ്യാറാക്കുന്ന ഒരു പ്രവർത്തനം കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.